Hi, welcome to Saji's Innovations. This is a cooking video, but I am in a kitchen garden. Kitchen garden, I am this is set the video upload cooking just the link in the description box. This is the setting. In the kitchen garden, first അതായത് ഈ ചീരച്ചേമ്പ് ഞാൻ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ചീരച്ചേമ്പ് എന്നൊരു സാധനമുള്ളത് ആ ചീരച്ചേമ്പ് കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ടൊരു കറി ഉണ്ടാക്കാൻ പോവാണ് അല്ലെങ്കിൽ ഒരു തോരൻ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ എൻ്റെ കറിവേപ്പും വളരെ ഭംഗിയായിട്ട് നിൽപ്പുണ്ട് അപ്പോൾ ഇന്നത്തേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഞാൻ എടുക്കുവാണേ ഇവിടെ ചീരച്ചേമ്പിന് ആവശ്യമായിട്ടുള്ള പിന്നെ നമുക്ക് ഈ ചീരച്ചേമ്പ് ഇവിടെ നിന്ന് പൊക്കിയെടുത്തിട്ട് ഇത് നമ്മുടെ കിച്ചണിലേക്ക് കൊണ്ടുവച്ചിട്ട് ഇതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പിനെ കൊണ്ട് അടുക്കളയിൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതും കൊണ്ടാണ് നമ്മളിന്ന് കറി അല്ലെങ്കിൽ തോരൻ ഉണ്ടാക്കാൻ പോണേ ഓക്കെ അപ്പോൾ ഈ ചീരച്ചേമ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആണെന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം സംരക്ഷിക്കാനും BP കുറയ്ക്കാനും പിന്നെ ഷുഗർ പ്രമേഹം കുറയ്ക്കാനും ബോഡി വെയിറ്റ് കുറയ്ക്കും കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കും യുവത്വം നിലനിർത്തും അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ ചീരച്ചേമ്പിന് ഉണ്ട് അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല ഞാനിപ്പോൾ ചട്ടിയിൽ നട്ടിരിക്കുന്നതുകൊണ്ട് എങ്ങനെ നിൽക്കുന്നത് നിലത്ത് നടുകയാണെങ്കിൽ ഭയങ്കര വലുതായിട്ട് വളർന്നു വരും ഇത് സാധാ ചേമ്പിനെ പോലെ തന്നെയാണെങ്കിലും ഇതിന് കിഴങ്ങുണ്ടാവില്ല ഇത് തൈകൾ കണ്ടോ ഇങ്ങനെ കുറേ തൈകൾ വരും ഈ തൈകൾ എടുത്ത് നട്ടാൽ വളരെ ഈസി ആയിട്ട് നമ്മൾ വെറുതെ മണ്ണിൽ വെച്ചു കൊടുത്താൽ മാത്രം മതി ഇതിന് വളമോ ശരിക്കും പറഞ്ഞാൽ വെള്ളം തന്നെ വേണ്ട വെള്ളം ഇല്ലെങ്കിൽ ഇത് നന്നായിട്ട് പിടിച്ചു വന്നോളും അങ്ങനെ വളരെ ഈസി ആയിട്ട് ഒട്ടും വിഷമില്ലാതെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ സാധനമാണ് ഈ ചീരച്ചേമ്പ് എനിക്ക് തന്നത് കണ്ണൂർ എൻ്റെ കൊളീഗിൻ്റെ വൈഫ് ഗീതുവാണ് സോ താങ്ക്സ് ടു ഗീതു അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലൊരു 2-3 ഇല എടുത്തിട്ട് ഇന്നത്തെ വിഭവത്തിലേക്ക് കിടക്കാം ഈ ഇല എടുക്കുമ്പോൾ നമ്മൾ തണ്ടോടെ എടുക്കണം കേട്ടോ തണ്ടും നല്ലതാണ് അപ്പോൾ കുറച്ച് താഴ്ത്തി വെച്ച് തന്നെ മുറിച്ചെടുക്കാം ഞാൻ കേട്ടോ എടുക്കുന്നതുകൊണ്ട് പേടിക്കണ്ട വളരെ പെട്ടെന്ന് ലീഫ് വന്നോളൂ കേട്ടോ അപ്പോൾ ഈ ഒരു 3 ഇലയും കൊണ്ടാണ് നമ്മളിന്ന് നമ്മുടെ വിഭവം ഉണ്ടാക്കാൻ പോകണേ നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ നമുക്ക് ആദ്യം ഇതിനൊന്ന് വൃത്തിയാക്കി എടുക്കാം കേട്ടോ ഈ തണ്ട് ഞാൻ പറഞ്ഞു തണ്ട് നല്ലതാണ് അപ്പോൾ തണ്ടിനെ ഒന്ന് മുറിച്ചെടുക്കാം നമുക്ക് ആദ്യം ആ ലീഫ് അവിടെ ഇരിക്കട്ടെ നമുക്ക് തണ്ട് വൃത്തിയാക്കാൻ ഇതിലിങ്ങനെ അതിൻ്റെ പുറം ഇതങ്ങനെ കളയണം കേട്ടോ ഇങ്ങനെ പാട പോലെ ഇളകി വരും അങ്ങനെ മൊത്തം കളയാം ജസ്റ്റ് അപ്പോൾ തണ്ട് നമ്മൾ മൊത്തത്തിൽ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം നമുക്ക് നമുക്കിതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ എങ്ങനെ വേണേൽ കട്ട് ചെയ്യാം ഞാൻ ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കാതെ കട്ട് ചെയ്യുന്നു ഇപ്പോൾ നമ്മൾ ലീഫ് കട്ട് ചെയ്ത് ഞാൻ യൂഷ്വലി ഇങ്ങനെ കട്ട് ചെയ്യാം കേട്ടോ ചോപ്പിംഗ് ബോർഡ് അധികം ഉപയോഗിക്കാറില്ല പേടിയുള്ളവർ കയ്യിൽ തിമ്പിൾ ഉപയോഗിക്കുകയോ ചോപ്പിംഗ് ബോർഡ് ഉപയോഗിക്കുകയോ ചെയ്യാം കേട്ടോ നമുക്കിതിൻ്റെ തണ്ടിനെ കട്ട് ചെയ്തെടുക്കാം അതുപോലെ അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ തണ്ടും ലീഫും നമ്മൾ വേറെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ കുക്കിങ്ങിലേക്ക് കിടക്കാം അപ്പം ഇത് നമ്മുടെ ചീരച്ചേമ്പ് തോരൻ്റെ ഐറ്റംസ് എല്ലാം റെഡിയാണ് നമുക്ക് ഒന്നൊന്നായിട്ട് ആദ്യം കുറച്ച് സാധനങ്ങളൊന്ന് മിക്സിക്ക് ചെറുതായിട്ടൊന്ന് ഒതുക്കിയെടുക്കണം നമ്മൾ തോരനൊക്കെ എടുക്കുന്ന പോലെ തന്നെയാണ് ഒരു 1/2 കപ്പോളം തേങ്ങ ഞാൻ ഇടുന്നുണ്ട് ചെറിയ തേങ്ങയാണ് അല്ലെങ്കിൽ ഒരു 4 ചെറിയ അല്ലി വെളുത്തുള്ളി ഇടുന്നുണ്ട് വെളുത്തുള്ളി എല്ലാവരും ഉപയോഗിക്കാറില്ല ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിൽ വേണ്ട കേട്ടോ ഒരു 2 പച്ചമുളക് ഇടുന്നുണ്ട് ഒരു 1/4 ടീസ്പൂൺ കണക്കാക്കി മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ തന്നെ ജീരകം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഞാനിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നുണ്ട്
ഇനി അതൊന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം. മതി, ഇത്രയും ആയാൽ മതി കേട്ടോ. നമുക്ക് നമ്മുടെ പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അത് ഞാനൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുകയാണ്. ഇപ്പോൾ ചട്ടിന്ന് ചൂടാകുമ്പോൾ നമ്മൾ 2 ടേബിൾ സ്പൂൺ കണക്കാക്കി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മളിത് കുറച്ച് കടുക് ഇട്ട് കൊടുക്കണേ. കടുകൊന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമ്മളിതിലേക്ക് കുറച്ചൊരു 10 അല്ലി ഉള്ളിയില്ലേ, ചെറിയ ഉള്ളി ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മൾ ആ മിക്സിക്ക് അടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചെറിയ ഉള്ളി ഇട്ടാലും മതി. പക്ഷെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂത്താൽ ടേസ്റ്റ് കൂടും. അതുകൊണ്ടാണ് ഇങ്ങനെ ഇടുന്നത്. അത് വിട്ടാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മൾ മിക്സിക്ക് അടിക്കുന്നതിൻ്റെ കൂടെ ഉള്ളി ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ആസ് യൂഷ്വൽ കടുക് വറുക്കാൻ ചെയ്യുന്നത് പോലെ കുറച്ച് കറിവേപ്പിലയും ഒരു 3 വറ്റൽമുളക് ഇട്ട് കൊടുക്കണേ. നമ്മൾ ആദ്യം ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്ന ചേമ്പിൻ്റെ തണ്ടാണ്. കാരണം തണ്ടിന് അല്പം വേവ് കൂടുതലാണ്, ലീഫ് പെട്ടെന്ന് വേവും. അതിൻ്റെ തണ്ട് ആദ്യം ഇട്ട് കൊടുക്കുക. ഇതൊന്ന് ഇളക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഇതൊന്ന് വേവട്ടെ കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. കേട്ടോ, ആ തണ്ട് ചെറുതായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളിതിലേക്ക് നമ്മുടെ ചേമ്പിൻ്റെ ഇല ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക കേട്ടോ. 5 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് വേവും. ഫ്ലെയിം നല്ല ലോ ആക്കി കൊടുക്കുക. അപ്പോൾ 5 മിനിറ്റ് ശേഷം നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതൊരു 5 മിനിറ്റോളം വെന്തിട്ടുണ്ട് നമ്മുടെ ചീരച്ചേമ്പ്. എങ്ങനെയുണ്ടെന്ന് നോക്കാം. യെസ്, എത്ര അളവുണ്ടെന്ന് നോക്കിയേ. വളരെ കുറഞ്ഞില്ലേ വെന്തപ്പോൾ. ഞങ്ങൾക്കിന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത്. കുറേ അധികം കറികളുണ്ട്, അപ്പോൾ അത്രയൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഈ സമയം നമ്മൾ നേരത്തെ മിക്സിക്ക് അടിച്ചു വെച്ച സാധനങ്ങളില്ലേ, അതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇത് നമ്മൾ ഇട്ട തേങ്ങയുടെയും മസാലയൊക്കെ പച്ചമണം മാറുന്നവരെ മാത്രം ചെയ്താൽ മതി കേട്ടോ. ഇത് അടച്ചു വെക്കേണ്ട, തുറന്നു വെച്ച് തന്നെ ചെയ്താൽ മതി. അപ്പോൾ നമ്മുടെ ചീരച്ചേമ്പ് തോരൻ റെഡിയാണ്. നമുക്കിതിനൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച് റെഡിയാണ്. ഇതാണ് നമ്മുടെ താരം കേട്ടോ, നമ്മുടെ ചീരച്ചേമ്പ് തോരൻ. അപ്രതീക്ഷിതമായിട്ട് ഉദയ് കൂടെ എത്തിയിട്ടുണ്ട് ലഞ്ചിന്. ഇപ്പം അങ്ങോട്ട് എത്തിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് കഴിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഉദയ് കൊണ്ട് നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്യാം. ഇന്ന് ഒരുപാട് ഐറ്റംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരുപാടൊന്നുമില്ല. ഇത് കോവയ്ക്ക ഫ്രൈ ആണ്, ചെമ്മീൻ റോസ്റ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ തോരൻ, മോരുകറി ഉണ്ട്, എന്താ പറയുക നെത്തോലി പീര, പിന്നെ പപ്പടത്തോരൻ. ഞാൻ പപ്പടവും ചെമ്മീനും ടർന്നുണ്ടാക്കി കാണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെയും പ്രിപ്പറേഷൻ കേട്ടോ. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഉള്ളത്. നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ച് ചോറ് വെച്ച് കൊടുക്കാം ആദ്യം. മോര് ഒഴിച്ചോ. അപ്പോൾ ഞാനിച്ചിരി നമ്മുടെ കറി തോരൻ ഉദയന് കൊടുക്കാൻ പോവാം കേട്ടോ. യെസ്, എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റ് ആണ്. തണ്ടെല്ലാം അങ്ങനെ കടിക്കുമ്പം ഇവിടെ തണ്ടിനൊരു മഷ്റൂമിൻ്റെ ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ കൂണില്ലേ, കൂണിൻ്റെ ടേസ്റ്റ് ഉണ്ട് തണ്ടിന്. ബാക്കി ലീഫിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മുടെ മുരിങ്ങയിലയോ ചീരയോ ഒക്കെ കഴിക്കുന്നതിനേക്കാളും കിടിലൻ ടേസ്റ്റാണ് കേട്ടോ. ഞാനും ഫസ്റ്റ് ടൈം ഉണ്ടാക്കുക കേട്ടോ, കാര്യമായിട്ട് പറയാം. ഇപ്പോഴെനിക്ക് ആ സാധനം കിട്ടിയിരിക്കുന്നത്. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് ടേസ്റ്റ്. ഇതിന് മറ്റേ ചീരയുടെ ഗുണങ്ങളൊക്കെ ഉണ്ടാവും. ചീരക്കാലം ഗുണങ്ങളുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു വീഡിയോയിൽ. ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. അപ്പം എനിവേ ഈ ഒരു റെസിപ്പി വളരെ സിമ്പിൾ റെസിപ്പിയാണ്, എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. സോ ഇത് കിട്ടിയാൽ, ചീരച്ചേമ്പ് കിട്ടിയാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ കയ്യിൽ 1-2 തൈ ഉണ്ട് കേട്ടോ. അത്യാവശ്യം ആരെങ്കിലും വേണമെങ്കിൽ ഞാൻ ചോദിച്ചാൽ തരാം. തറയിൽ നട്ട് കഴിഞ്ഞാൽ കുറേ അധികം തൈ വരും തോന്നാല്, കിഴങ്ങുണ്ടാവില്ല. പിന്നെ ഇതുപോലെ ഈ ചീരച്ചേമ്പ് കൊണ്ട് തന്നെ
കറി ഉണ്ടാക്കുകയാണെങ്കിൽ ഭയങ്കര ടേസ്റ്റ് എന്നാണ് പറഞ്ഞത്. നമ്മൾ ബീഫിൻ്റെയൊക്കെ ടേസ്റ്റിൽ കറി ഉണ്ടാക്കി എടുക്കുന്നതാണ് പറഞ്ഞത്. ചീരച്ചേമ്പിൻ്റെ കറിയും ചപ്പാത്തിക്കും ചോറിനായാലും വളരെ നല്ലതാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തന്നെ കരുതുന്നു. ഞാൻ പറഞ്ഞ പോലെ പറ്റിയാൽ ട്രൈ ചെയ്ത് നോക്കുക. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സജീസ് ഇന്നോവേഷൻസ്.